ഇപ്പോൾ ശ്രീ വി കെ ജോസഫ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചിരിക്കുകയാണ്. ശ്രീ വി കെ ജോസഫ്, നോക്കൂ, RSSന്റെ മുഖമാസിക വരെ ലേഖനം എഴുതുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത് ദേശവിരുദ്ധ സിനിമയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ സംഘപരിവാറുമായി ബന്ധമുള്ള ആരെയെങ്കിലും വിമർശിച്ചാൽ അത് ദേശവിരുദ്ധമായി പോവുകയാണെങ്കിൽ നാളെ നാഗ്പൂരിൽ കൊണ്ടുപോയി പടം കാണിച്ചിട്ട് വേണ്ടി വരുമോ? സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണോ ഇത് പ്രദർശിപ്പിക്കാൻ? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? അല്ല, സംഘപരിവാറിന്റെ ദേശവിരുദ്ധ സങ്കല്പവും ദേശസ്നേഹ സങ്കല്പവും സാധാരണ മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം അവര് ദേശവിരുദ്ധർ എന്ന് ആരോപിക്കുന്നവര് യാഥാർത്ഥ്യത്തെയും സത്യത്തെയും അഭിമുഖീകരിക്കുകയും ചരിത്രത്തെ അതിന്റെ യാഥാർത്ഥ്യ അവസ്ഥയിൽ തന്നെ പരിശോധിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ അതിനെ അഭിസംബോധന ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ദേശദ്രോഹികളായി ഒരു എപ്പോഴും മുദ്രകുത്തും. ദേശസ്നേഹികളാര് എന്ന് വെച്ചാൽ അവർ പറയുന്നത് അതേപടി അംഗീകരിച്ച് ഹിന്ദുത്വ ഐഡിയോളജി, ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാത്ത മുഴുവൻ മനുഷ്യരെയും, എല്ലാ വിഭാഗത്തെയും, പുരോഗമനവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന ആളുകൾ ദേശസ്നേഹികളും ആണ് എന്നുള്ള തരത്തിലാണ് അവരെപ്പോഴും കാര്യങ്ങൾ നീക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഹോളിവുഡ് സിനിമയിൽ RSSന്റെ ഇടപെടലോടുകൂടിയും അല്ലാതെയും തന്നെ സംഘപരിവാറിന് അനുകൂലമായ കാര്യങ്ങൾ പറയുന്ന തരത്തിൽ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര സംഭവങ്ങളെയും ചരിത്ര പുരുഷന്മാരെയും അവർ റീബിൽഡ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വ്യാജമായ ഒരു ചരിത്രത്തെ ഉണ്ടാക്കി മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്ന് അവർ ചെയ്ത പാതകങ്ങൾ, അവരുടെ തെറ്റുകൾ മറച്ചു വെക്കുക എന്നുള്ള വലിയ തന്ത്രം സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് സംഭവിക്കുന്ന ചെറിയ വേദനകൾ പോലും, ചെറിയ എതിർപ്പുകൾ പോലും അവരെ ക്ഷുഭിതരാക്കും. അതുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചതാണ് ഇവിടെ അവരുടെ കണ്ണിൽ കരടായത്. അതെ, ഗുജറാത്ത് കലാപത്തെ കുറിച്ചോ ഒന്നും നിങ്ങൾ പറയാനേ പാടില്ല. കാരണം ഗുജറാത്ത് കലാപത്തിന്റെ ആസൂത്രകരായിരുന്ന കേസ് നേരിട്ടിരുന്ന രണ്ടുപേരാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അപ്പൊ അത് വളരെ പെട്ടെന്ന് ആളുകൾ മറന്നു പോകുന്ന വിധത്തിൽ അവരെ വീര രാജ്യസ്നേഹികളായി ചിത്രീകരിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ സംവിധാനം മുഴുവൻ മാറ്റിക്കഴിഞ്ഞവര് ദേശീയവും അന്തർദേശീയവുമായ തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ കൊണ്ട് അവരതിനെ മറച്ചുപിടിക്കുകയാണ്. ആ മറച്ചുപിടിക്കുന്നതിന് ആ മറയ്ക്കെതിരെ ചെറിയൊരു ദ്വാരം വീഴുന്ന തരത്തിലുള്ള സംഗതിയായിരിക്കും ഈ എമ്പുരാൻ പോലുള്ള സിനിമയിലൂടെ ഗുജറാത്ത് കലാപത്തെ കുറിച്ചും ഒക്കെ ഉള്ള ചില സൂചനകൾ വരിക. അത് അവരെ അസ്വസ്ഥമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ അസ്വസ്ഥപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ സംഘപരിവാർ അനുഭാവിയാണോ അല്ലെങ്കിൽ മോഹൻലാൽ ജനാധിപത്യവാദിയാണോ എന്നൊന്നും മനുഷ്യർ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത്രമാത്രം അസഹിഷ്ണുമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എത്ര അസഭ്യമാണ് പറയുന്നത്, അശ്ലീലകരമായിട്ടുള്ള പരാമർശങ്ങൾ പറയുന്നു. അവർ പറയുന്നത് മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണമെന്നൊക്കെയാണ്. ആ തരത്തിൽ അവരുടെ പമ്പയ്ക്ക് പറയുന്നു. പല തരത്തിലുള്ള ആക്രമണം നടക്കുകയാണ്. അതെല്ലാം കാണിക്കുന്നത് അവർ വളരെ അസഹിഷ്ണുത എപ്പോഴും കാണിക്കുന്നു. അവർക്കെതിരായിട്ടുള്ള ഏത് വിമർശനത്തെയും അവർ ജനാധിപത്യപരമായി സമീപിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ ഹിംസാത്മകമായി കൊന്നു തള്ളുക എന്നുള്ള നിലയിൽ തന്നെയാണ്. അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്, സിനിമയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. കഴിവിന്റെ ആളുകളെ കൊല്ലും. ഓക്കെ, താങ്ക് യു ശ്രീ വി കെ ജോസഫ് നമ്മളോട് സംസാരിച്ചതിന് പ്രതികരിച്ചത്. ഏതായാലും ആ രീതിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയാണ് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ. ഏതായാലും ഈ സിനിമയെ ആ രീതിയിൽ ആസൂത്രിതമായി തന്നെ നേരിടാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് സംഘപരിവാർ എന്നാണ് ഇപ്പോൾ ഈ ഓർഗനൈസറിൽ നിന്ന് വന്ന ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അതിനെ മറികടക്കുന്ന ഒരു വലിയ പൊതുബോധം കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് ഈ സിനിമ നിലനിൽക്കുകയും അത് വലിയ വിജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്ക് പുറത്ത് ഈ സിനിമയെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിപ്പിക്കുകയാണ് ഇപ്പോൾ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള
സൈബർ ഇടപെടലുകൾ. അതിന് ഇവിടുത്തെ ചില നേതാക്കളും ഇപ്പോൾ കണ്ടില്ലേ, യുവമോർച്ച നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഇവിടെയും വരുന്നുണ്ട്. ഏതായാലും വലിയ വിമർശനം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള എമ്പുരാൻ സിനിമയിലെ ഓർമ്മപ്പെടുത്തലുകൾ സംഘപരിവാറിനെ വല്ലാതെ പൊള്ളിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഈ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഓർഗനൈസറിൽ സിനിമയ്ക്കെതിരെ ലേഖനം വരികയും ചെയ്തത്. വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.